വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. സോ കഴിഞ്ഞ വീഡിയോസിൽ ബ്ലോക്ക് 1 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയറിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആറ്റിറ്റ്യൂഡ്. Attitude is an important aspect of human behavior and personality. It reflects a person's positive or negative evaluation of a person, object, idea or situation. ഈ ആറ്റിറ്റ്യൂഡ് എന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും പേഴ്സണാലിറ്റിയിലുമുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. അതായത് ആറ്റിറ്റ്യൂഡ് എന്നത് ഒരു വ്യക്തി ഒരു കാര്യം എങ്ങനെ ചിന്തിക്കുന്നു, അനുഭവിക്കുന്നു, ആ കാര്യത്തെപ്പറ്റി എന്ത് തോന്നുന്നു എന്നതാണ്. അതായത് ഒരു വ്യക്തി ഒന്നിനെ പോസിറ്റീവായി കാണുന്നതും നെഗറ്റീവായി കാണുന്നതും ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും എഗ്രി ചെയ്യുന്നതും എഗ്രി ചെയ്യാത്തതുമായ കാര്യങ്ങളെയാണ്. അതുപോലെ ആറ്റിറ്റ്യൂഡ് ഒരാളുടെ ബിഹേവിയറിനെയും മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയെയും ഇൻഫ്ലുവൻസ് ചെയ്യും, എസ്പെഷ്യലി ഒരു ഓർഗനൈസേഷനിൽ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ഫസ്റ്റ് വൺ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മീൻസ് ഏതൊരു സിറ്റുവേഷൻസിലും നല്ലത് മാത്രം ഫോക്കസ് ചെയ്യുക എന്നാണ്. ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പോലും നല്ലത് മാത്രം കണ്ടുപിടിക്കുക. ഇതൊക്കെ അവരുടെ മോട്ടിവേഷൻ, പ്രൊഡക്ടിവിറ്റി ആൻഡ് ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്ട്രെസ്സ് നന്നായി ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റി, ഇതൊക്കെ ഒരാളുടെ പേഴ്സണലും പ്രൊഫഷണലുമായ ലൈഫിൽ സക്സസ് കൊണ്ടുവരും. നെക്സ്റ്റ് വൺ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവ് സൈഡ് മാത്രം ഫോക്കസ് ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത് ഒരാളുടെ മോട്ടിവേഷനെയും റിലേഷൻഷിപ്പിനെയും സാറ്റിസ്ഫാക്ഷനെയും ഒരാളുടെ പേഴ്സണൽ ഗ്രോത്തിനെയും മറ്റുള്ളവരോടുള്ള കണക്ഷൻസിനെയും എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ്. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനോട് വ്യക്തമായ അഭിപ്രായങ്ങളോ ഫീലിങ്സോ ഇല്ലാത്തതിനെയാണ് ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർ ഒന്നിലും ആക്റ്റീവായിരിക്കില്ല ആൻഡ് ഡിസിഷൻസ് എടുക്കാൻ കഴിയാത്തവരായിരിക്കും. നെക്സ്റ്റ് വൺ അഗ്രസീവ് ആറ്റിറ്റ്യൂഡ്. അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് മീൻസ് ദേഷ്യം, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള ടെൻഡൻസി, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ അവോയ്ഡ് ചെയ്യുക. ഇതിലൂടെ ഷോർട്ട് ടേം റിസൾട്ട്സ് ഉണ്ടാവുമെങ്കിലും അഗ്രസീവായ ആറ്റിറ്റ്യൂഡ് റിലേഷൻഷിപ്സിനെ ഡാമേജ് ചെയ്യും, ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് പാസീവ് ആറ്റിറ്റ്യൂഡ്. പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യുക, സ്വന്തം അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുടെ രീതികളെ ഫോളോ ചെയ്യുക. ഇതാണ് പാസീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സ്വന്തം ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് അവരിൽ ഫ്രസ്ട്രേഷനും സാറ്റിസ്ഫാക്ഷനും കോൺഫിഡൻസും കുറയ്ക്കും. നെക്സ്റ്റ് പ്രോ ആക്റ്റീവ് ആറ്റിറ്റ്യൂഡ്. പ്രോ ആക്റ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർ മോട്ടിവേറ്റഡ് ആയിരിക്കും, എല്ലാത്തിലും ഇനിഷ്യേറ്റീവ്സ് എടുക്കും, ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് അക്സെപ്റ്റ് ചെയ്ത് ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ട്രൈ ചെയ്യും. അതുപോലെ തന്നെ ഡിറ്റർമിനേഷനും ഗ്രോത്ത് മൈൻഡ് സെറ്റും ഉള്ളവരായിരിക്കും. നെക്സ്റ്റ് വൺ റിയാക്റ്റീവ് ആറ്റിറ്റ്യൂഡ്. റിയാക്റ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ ഒരു കാര്യം നടക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും. സ്വയം ഡിസിഷൻസ് എടുക്കാതെ സറൗണ്ടിങ്സ് നോക്കിയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവർ റെസ്പോൺസിബിലിറ്റീസും ഇനിഷ്യേറ്റീവ്സും എടുക്കില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്. ഒരു ഗ്രൂപ്പിൻ്റെ ഫോർമേഷൻ വളരെ ഷോർട്ട് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു കംപ്ലീറ്റ് ഫുള്ളി മെച്യൂർഡ് ഗ്രൂപ്പ് ആവുന്നത് 5 സ്റ്റേജസിലൂടെ പാസ് ചെയ്യുമ്പോഴാണ്. അതായത് ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ് ആൻഡ് അഡ്ജേണിംഗ്. സോ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഫോമിംഗ്. ഗ്രൂപ്പ് ഫോർമേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഫോമിംഗ്. ഈ ഒരു സ്റ്റേജിൽ എല്ലാ മെമ്പേഴ്സും വളരെ പൊളൈറ്റ് ആൻഡ് ക്യൂരിയസ് ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൻ്റെ ഗോൾസും മെമ്പേഴ്സിൻ്റെ റോൾസും ക്ലിയർ ആയിരിക്കില്ല. സോ ഈ ഒരു സ്റ്റേജിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഗോൾസും ഇൻഡിവിജ്വൽ ഗോൾസും ക്ലിയറായി സെറ്റ് ചെയ്യുക, അതുപോലെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഫോമിംഗ് സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റോമിംഗ്. ഗ്രൂപ്പ് ഫോർമേഷൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് സ്റ്റോമിംഗ്. ഇവിടെ മെമ്പേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഡിസ്എഗ്രിമെൻസും ഉണ്ടാവും. ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റീസും വർക്കിംഗ് സ്റ്റൈൽസും ഒക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ടെൻഷൻ, മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഇതൊക്കെ കോമൺ ആയിരിക്കും. സോ ഈ ഒരു സ്റ്റേജിൻ്റെ മെയിൻ ഫോക്കസ് ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസിനെ ഡീല് ചെയ്ത് എല്ലാ മെമ്പേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാണ്. നെക്സ്റ്റ് നോമിംഗ്.
നോമിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ എംപ്ലോയീസ് തമ്മിലൊരു യൂണിറ്റിയും ട്രസ്റ്റും ഡെവലപ്പ് ആവും. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ട്രസ്റ്റ്, ഹാർമണി ഇതൊക്കെ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പൊക്കെ ഫോളോ ചെയ്ത് ഗ്രൂപ്പ് നന്നായി ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ്, പെർഫോമിംഗ് സ്റ്റേജിൽ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും ഹൈലി പ്രൊഡക്റ്റീവ് ആയിരിക്കും. അതായത് എല്ലാവരും ഫുൾ ടീമായി ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാനായി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. എല്ലാ എംപ്ലോയീസ് തമ്മിലും ട്രസ്റ്റ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ഉണ്ടായിരിക്കും. ഒരു ഇഷ്യൂ ഉണ്ടായാലും അത് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി തന്നെ അവരത് സോൾവ് ചെയ്യും. നെക്സ്റ്റ്, അഡ്ജേണിങ്. ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് അഡ്ജേണിങ്. ഗ്രൂപ്പ് മെമ്പേഴ്സ് അവരുടെ ടാസ്കും ഗോൾസും ഫിനിഷ് ചെയ്ത് സെപ്പറേറ്റ് ആകുന്ന സ്റ്റേജാണ് അഡ്ജേണിങ്. എല്ലാ മെമ്പേഴ്സിൻ്റെയും റോൾസ് ഈ ഒരു സ്റ്റേജിൽ എൻഡ് ആവുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ലീവ് ചെയ്യുമ്പോൾ മെമ്പേഴ്സിന് മിക്സഡ് ഇമോഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ, സക്സസ് സെലിബ്രേഷൻസ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് സെപ്പറേഷൻ അവരിൽ സാഡ്നെസ് ഉണ്ടാക്കും ബിക്കോസ് ഓഫ് ദ റിലേഷൻഷിപ്സ്. സോ ഈ സ്റ്റേജിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ എക്സിറ്റാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ്. സോ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഫോർമൽ ഗ്രൂപ്പ്സ്. സെക്കൻഡ് വൺ, ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. തേർഡ് വൺ, ബേസ്ഡ് ഓൺ ദ പേർപ്പസ്. ആൻഡ് ദ ഫോർത്ത് വൺ, ബേസ്ഡ് ഓൺ ദ സൈസ്. അപ്പോൾ നമുക്ക് ഓരോന്നായി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഫോർമൽ ഗ്രൂപ്പ്സ്. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൻ്റെ പാർട്ടാണ് ഫോർമൽ ഗ്രൂപ്പ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് എഫിഷ്യൻ്റായി കംപ്ലീറ്റ് ചെയ്യാനും റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് ഫോർമൽ ഗ്രൂപ്പ്സ്. ALS 10Com ഫോർമൽ ഗ്രൂപ്പ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എ ഫോർമൽ ഗ്രൂപ്പ് ഈസ് എനി സോഷ്യൽ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് അതേഴ്സ് പ്ലാൻ ദി ആക്ടിവിറ്റീസ് ഓഫ് സം പേഴ്സൺ ടു അച്ചീവ് എ കോമൺ പേർപ്പസ്. അതായത് ഫോർമൽ ഗ്രൂപ്പ് എന്നത് ഒരു സോഷ്യൽ എഗ്രിമെൻ്റ് ആണ്. ഇതിൽ വേറെ ഒരു പേഴ്സൺ, അതായത് ഹയർ അതോറിറ്റി, ഒരു പ്ലാൻ സെറ്റ് ചെയ്യുന്നു. മറ്റ് മെമ്പേഴ്സ് അത് ഫോളോ ചെയ്ത് ഗോൾസ് അച്ചീവ് ചെയ്യുന്നു. ഫോർമൽ ഗ്രൂപ്പ്സ് 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കമാൻഡ് ഗ്രൂപ്പ്. കമാൻഡ് ഗ്രൂപ്പ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ സബോർഡിനേറ്റ്സ് ഡയറക്റ്റ്ലി സൂപ്പർവൈസറിനെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. എല്ലാ എംപ്ലോയീസും അവരുടെ റിപ്പോർട്ടിംഗ് മാനേജർ സെറ്റ് ചെയ്ത ടാസ്ക് അവർക്ക് കൊടുത്തിരിക്കുന്ന ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതാണ് കമാൻഡ് ഗ്രൂപ്പ്. നെക്സ്റ്റ് വൺ, ടാസ്ക് ഗ്രൂപ്പ്. ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് ടാസ്ക് ഗ്രൂപ്പ്. പ്രോജക്റ്റ് ടീംസ്, ക്വാളിറ്റി സർക്കിൾസ്, ഓഡിറ്റ് ടീംസ് ഇതൊക്കെ ടാസ്ക് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ ടാസ്ക് അസൈൻ ചെയ്യും. ഇതാണ് ടാസ്ക് ഗ്രൂപ്പ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്, ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസിലൂടെയാണ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ടാവുന്നത്. എംപ്ലോയീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ നാച്ചുറലായി ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. ഇതൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, പകരം എംപ്ലോയീസിൻ്റെ സോഷ്യൽ നീഡ്സും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡിസയറുമാണ് ഇതിന് കാരണമാവുന്നത്. കെയ്ത്ത് ഡേവിസ് ഇൻഫോർമൽ ഗ്രൂപ്പ്സിനെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: ദ നെറ്റ്വർക്ക് ഓഫ് പേഴ്സൺസ് ആൻഡ് സോഷ്യൽ റിലേഷൻസ് വിച്ച് ഇസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഓർ റിക്വയർഡ് ഫോർ ഫോർമൽ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷന് ആവശ്യമില്ലാത്ത, ഒഫീഷ്യലി ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത, സെറ്റ് ചെയ്യാത്ത എംപ്ലോയീസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസും റിലേഷൻസും ക്രിയേറ്റ് ചെയ്ത നെറ്റ്വർക്കാണ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. അതുപോലെ ഡാൽട്ടൺ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ആർ ക്ലീക്സ്. അതായത് ഡിഫറെൻറ്റ് ലെവൽസിലുള്ള എംപ്ലോയീസ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു കോമൺ ഗോൾ ഷെയർ ചെയ്യുന്നതിനെയാണ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് ഡിഫൈൻ ചെയ്തത്. സോ ക്ലീക്സ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്: ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ഓർ റാൻഡം. ഹൊറിസോണ്ടൽ മീൻസ് ഒരേ ലെവലിലുള്ള എംപ്ലോയീസ് ഫോം ചെയ്യുന്ന ഗ്രൂപ്പ്സ്. ആൻഡ് വെർട്ടിക്കൽ മീൻസ് ഡിഫറെൻറ്റ് ലെവൽസിലുള്ള എംപ്ലോയീസ് ഫോം ചെയ്യുന്ന ഗ്രൂപ്പ്സ്. ആൻഡ് റാൻഡം മീൻസ് ഡിഫറെൻറ്റ് ലെവൽസിൽ നിന്നോ സെയിം ലെവലിൽ നിന്നോ ഉള്ള എംപ്ലോയീസ് ഫോം ചെയ്യുന്ന ഗ്രൂപ്പ്സ്. ആൻഡ് ചില മാനേജേഴ്സ് ഇൻഫോർമൽ ഗ്രൂപ്പ്സിനെ ഒരു ത്രെറ്റായി കാണാറുണ്ട്. ബിക്കോസ് മേ ബി ഇൻഫോർമൽ ഗ്രൂപ്പ് ഓർഗനൈസേഷൻ്റെ ഗോൾസിനെ അഫക്റ്റ് ചെയ്യും. ബട്ട് ചില മാനേജേഴ്സ്
ഇൻഫോർമൽ ഗ്രൂപ്പ്സിനെ യൂസ് ചെയ്ത് ടാസ്ക് ഈസിയായി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇത് ഒരു ഓർഗനൈസേഷൻ്റെ കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനുമൊക്കെ ഇംപ്രൂവ് ചെയ്യും. ടൈപ്സ് ഓഫ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. എംപ്ലോയീസ് ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ, ബോണസ്, സാലറി, മെഡിക്കൽ ബെനിഫിറ്റ്സ് പോലുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്യുന്ന ഗ്രൂപ്പ്. നെക്സ്റ്റ്, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്. പേഴ്സണൽ റിലേഷൻഷിപ്സും ഫ്രണ്ട്ഷിപ്സും ബേസ് ചെയ്ത് ഫോം ചെയ്യുന്ന ക്ലബ്സ് ഓർ അസോസിയേഷൻസ് ആണ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ്. ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് മോസ്റ്റ്ലി സിമിലർ വ്യൂസും ഒപ്പീനിയൻസും മേ ബി സെയിം ഏജ് ഗ്രൂപ്പിലും ഉള്ളവർ ആയിരിക്കും. നെക്സ്റ്റ്, റെഫറൻസ് ഗ്രൂപ്പ്. റെഫറൻസ് ഗ്രൂപ്പ്സ് ജനറലി മെമ്പേഴ്സിൻ്റെ ഐഡിയാസും ബിലീഫ്സും വാല്യൂസും ഷേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണ്. ഫാമിലി, ടീംസ് ഓഫ് പ്ലെയേഴ്സ് ഒക്കെ റെഫറൻസ് ഗ്രൂപ്പ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ലാസ്റ്റ് വൺ, മെമ്പർഷിപ്പ് ഗ്രൂപ്പ്. മെമ്പർഷിപ്പ് ഗ്രൂപ്പ്സ് ഒന്നുകിൽ ഫോമൽ അല്ലെങ്കിൽ ഇൻഫോമൽ ആയിരിക്കും. ഒരേ പ്രൊഫഷനിലുള്ള മെമ്പേഴ്സ് ഒരുമിച്ച് ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് മെമ്പർഷിപ്പ് ഗ്രൂപ്പ്സ്. ഫോർ എക്സാമ്പിൾ, യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ് മെമ്പർഷിപ്പ് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പർപ്പസ് ഓഫ് ഗ്രൂപ്പ്. ഫസ്റ്റ് വൺ, വൊക്കേഷണൽ ഗ്രൂപ്പ്സ്. ഒരേ ഒക്കുപേഷനിലുള്ള മെമ്പേഴ്സ് ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് വൊക്കേഷണൽ ഗ്രൂപ്പ്സ്. ഫോർ എക്സാമ്പിൾ, മാനേജേഴ്സ് അസോസിയേഷൻ ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ. നെക്സ്റ്റ് വൺ, ഇൻസ്ട്രക്ഷണൽ ഗ്രൂപ്പ്സ്. ഒരേ കോഴ്സ് എടുത്ത് പഠിക്കുന്ന മെമ്പേഴ്സ് ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് ഇൻസ്ട്രക്ഷണൽ ഗ്രൂപ്പ്സ്. ഫോർ എക്സാമ്പിൾ, സെയിം ഫീൽഡിൽ M.Tech പഠിക്കുന്ന സ്റ്റുഡൻസ്. നെക്സ്റ്റ് വൺ, ഗവൺമെൻറ് ഗ്രൂപ്പ്സ്. ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഫോം ചെയ്യുന്ന ഗ്രൂപ്പ്സാണ് ഗവൺമെൻറ് ഗ്രൂപ്പ്സ്. ഫോർ എക്സാമ്പിൾ, മുനിസിപ്പൽ കൗൺസിൽ. നെക്സ്റ്റ് വൺ, റിലീജിയസ് ഗ്രൂപ്പ്. സെയിം റിലീജിയനിലുള്ള ആളുകൾ ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് റിലീജിയസ് ഗ്രൂപ്പ്സ്. ഫോർ എക്സാമ്പിൾ, ചർച്ച് കമ്മിറ്റി, ടെമ്പിൾ ട്രസ്റ്റ്. ലാസ്റ്റ് വൺ, റീക്രിയേഷണൽ ഗ്രൂപ്പ്സ്. ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഫോം ചെയ്യുന്ന ഗ്രൂപ്പ്സാണ് റീക്രിയേഷണൽ ഗ്രൂപ്പ്സ്. ഫോർ എക്സാമ്പിൾ, ഫുട്ബോൾ ടീം, ക്രിക്കറ്റ് ടീം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സൈസ് ഓഫ് ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവാം. ഒരു ഗ്രൂപ്പിൻ്റെ സൈസ് അവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ 2-3 പേർ മാത്രമുള്ള ഗ്രൂപ്പുകൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമാണ്. സോ ബേസ്ഡ് ഓൺ ദ സൈസ് ഗ്രൂപ്പിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡയാഡ് ഓർ ഗ്രൂപ്പ് ഓഫ് 2. സെക്കൻഡ് വൺ, ട്രയാഡ് ഓർ ഗ്രൂപ്പ് ഓഫ് 3. ആൻഡ് ദ തേർഡ് വൺ, സ്മാൾ ഗ്രൂപ്പ്സ്. ഫസ്റ്റ് വൺ, ഡയാഡ് ഓർ ഗ്രൂപ്പ് ഓഫ് 2. ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പിൽ 2 മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവൂ. ഒരു തേർഡ് പേഴ്സൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഇഷ്യൂ റൈസ് ആയാൽ സോൾവ് ചെയ്യാൻ ടാസ്ക് ആയിരിക്കും. ഇടപെടാൻ മറ്റൊരാളില്ല. അതുകൊണ്ട് തന്നെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നു. സംടൈംസ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്, പുതിയ ഐഡിയാസ് കൊണ്ടുവരാം. സെക്കൻഡ് വൺ, ട്രയാഡ് ഓർ ഗ്രൂപ്പ് ഓഫ് 3. 3 പേരുള്ള ഗ്രൂപ്പാണ് ട്രയാഡ് ഗ്രൂപ്പ്. ഇഫ് ഒരു കാര്യത്തിനോട് 2 പേർ എഗ്രി ചെയ്യുന്നു ആൻഡ് മൂന്നാമത്തെ ആൾ എഗ്രി ചെയ്യുന്നില്ല, ഇങ്ങനെയാണെങ്കിൽ അത് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് വളരെ റെയർ ആയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ചൂസ് ചെയ്യുന്നത്. തേർഡ് വൺ, സ്മാൾ ഗ്രൂപ്പ്സ്. ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പിൽ 4 to 50 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സ്മാൾ ഗ്രൂപ്പ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് വലിയ ഗ്രൂപ്പ്സ് ഹാൻഡിൽ ചെയ്യാൻ ടാസ്ക് ആയിരിക്കും. സോ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആറ്റിറ്റ്യൂഡ് ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.